ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും ഹാപ്പി അല്ലേ? ഞാനും അൽഹംദുലില്ലാ ഹാപ്പിയാണ്. അപ്പൊ ഇന്ന് ഞാനും ആദ്യം ഫാമിലി ആയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തു പോകണേ. നമ്മുടെ തോപ്പുംപടിയിൽ ഈ ഇടയ്ക്ക് ഒരു ഷോപ്പ് വന്നിട്ടുണ്ടായിരുന്നു, ഒരു തെക്കൻ ഷാപ്പ് എന്ന് പേരുള്ള. നോട്ട് ചെയ്യണം, ഷാപ്പ് എന്ന പേര് മാത്രമേ ഉള്ളൂ, അവിടെ കള്ളൊന്നുമില്ല കേട്ടോ. പലരുടെയും വ്ളോഗ്സും കുറെ റിവ്യൂസ് ഒക്കെ കണ്ടിട്ടുണ്ടോ ഞങ്ങളും അങ്ങോട്ട് പോകുന്നത്. എല്ലാരും അവരുടെ ഫുഡിനെയും ഫുഡ് പ്രസന്റ് ചെയ്യുന്നതിനെ പറ്റി ഭയങ്കരമായിട്ട് പുകഴ്ത്തിയിട്ടുണ്ട്. ആ ഒരു ഹൈപ്പിനുള്ളത് ഉണ്ടോ എന്ന് നമുക്ക് അറിയണ്ടേ. ഷോപ്പിന്റെ ഉള്ളിൽ കേറിയപ്പോ തന്നെ കിഡിലൻ ആംബിയൻസ് ആയിരുന്നു. ഒരു 20 മിനിറ്റ് നമുക്ക് വെയിറ്റിംഗും കിട്ടി. അവിടെ ബില്ലിംഗ് സെക്ഷനിൽ തന്നെ എഴുതിച്ചിട്ടുണ്ട് ഇന്ന് റൊക്കം നാളെ കടന്ന്. ആദ്യം വായിച്ചപ്പോ എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പൊ ഞാൻ വിചാരിച്ച ഇങ്ങനെയാണ്, ഇന്ന് കഴിച്ചിട്ട് നാളെ പൈസ ഒന്നും കൊടുക്കാണ്ട് കഴിക്കാന്ന്. അങ്ങനെയാണ് ഞാൻ വിചാരിച്ച സംഭവം. എന്തായാലും എനിക്ക് മനസ്സിലായിട്ടുണ്ട്, പക്ഷെ അതെനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല. ഇവരെന്തായാലും സെലക്ട് ചെയ്ത കളർ തീം നല്ല അടിപൊളിയാണ് ട്ടോ. പിന്നെ ഡൈനിങ് സ്പേസും ഒരുപാടുണ്ട്. നമ്മൾ പ്ലേറ്റ് ഒക്കെ വെച്ച് കഴിക്കണ ഒരു പേപ്പറില്ലേ, അതിൽ തന്നെ ഓരോ പഴയ പടങ്ങളാണ് അവര് പ്രിന്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അതിലേതോ പടമൊക്കെ അടിപൊളിയാണെന്ന് ഉമ്മിരുന്ന് പറയണ്ടായിരുന്നു. ഇതാണ് ഇവരുടെ മെനു കാർഡ്. നെയ്ച്ചോറ് ഒന്ന്, മാങ്ങ വെല്ലടിച്ചത് ഒന്ന്, കുട്ടനാട് കോഴി റോസ്റ്റ് ഒന്ന്, നാടൻ കോഴിക്കറി, ലൈവായിട്ട് ഉണ്ടാക്കിയിട്ട് നമുക്ക് നേരിട്ട് സെർവ് ചെയ്യട്ടാം. സാധനം നമ്മൾ ഒരെണ്ണേ പറഞ്ഞോളൂ, പക്ഷെ 5 ആൾക്ക് കുറച്ച് കഴിക്കാനുള്ളത് ഉണ്ടായുള്ളൂ കേട്ടോ. ഇപ്പൊ നമ്മൾ കുടിക്കണത് കള്ളല്ലാട്ടാ, സാധാ കഞ്ഞിവെള്ളം. ആരും തെറ്റിദ്ധരിക്കരുത്. ഷാപ്പ് എന്ന് പേരുണ്ടെങ്കിലും കള്ള ഷാപ്പല്ലാട്ടത്. ആദ്യം കൊണ്ടുവന്ന ബീഫ് കിടുക്കി തിമിർത്തു പൊള്ളിച്ചു. ഞാൻ നെയ്ച്ചോറും ആദ്യന്റെ ഉമ്മ കപ്പ ബിരിയാണിയാണ് ട്ടോ പറഞ്ഞത്. പിന്നെ വാപ്പയും ആദ്യം അക്രും മീൽസ് ആണ്. നെയ്ച്ചോറും ആ ഒരു ചിക്കൻ കറിയും നല്ല കിഡിലും കോമ്പിനേഷൻ ആയിരുന്നു. ഞാൻ ഇനി അടുത്തത് ട്രൈ ചെയ്യണത് കപ്പയുണ്ടാ. നല്ല സ്പൈസി ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പൊ തന്നെ എന്റെ വായിൽ വെള്ളം വന്ന് ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോ. പിന്നെ ടിഷ്യൂ വെച്ചിട്ടുണ്ടായി. എനിക്ക് കഴിക്കണത് നിർത്താനേ പറ്റുണ്ടായിരുന്നില്ല, അത്രയൊക്കെ ടേസ്റ്റ് ആയിരുന്നു. ഇതാണ് മാങ്ങ കല്ലിലിട്ട് അടിച്ചത്. നല്ല പച്ച വെളിച്ചെണ്ണ ചോയ, നല്ല ടേസ്റ്റ് ആയിരുന്നു ഗൈസ്. ഒന്നും പറയാനില്ല, ഒരു 100/10. ഇതാണ് ചക്ക മാങ്ങ തേങ്ങ ഷേക്ക്. ഇതൊക്കെ നമ്മൾ ഓരോ വ്ളോഗിൽ കണ്ടിട്ട് അങ്ങനെ ഓർഡർ ചെയ്ത സാധനങ്ങളാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അത്ര മധുരം ഉണ്ടായിരുന്നില്ല. സംഭവം ഒരു കിടിലം മാങ്ങ ജ്യൂസ് ഒക്കെ കുടിക്കൂലേ, ആ ഒരു ഫീലാ കിട്ടിയത്. ഇതാണ് മോനെ ഡെസേർട്ടിലെ മെയിൻ ഐറ്റം. എന്തായാലും ഇവിടെ വന്നാലും മിസ് ചെയ്യാണ്ട് കഴിക്കേണ്ട ഒരു സാധനം തന്നെയാണിത്. പക്ഷെ എനിക്ക് എന്താ പറ്റുന്ന വെച്ചാൽ, ഞാൻ ഡയറ്റിലാണ്ടെന്ന് എനിക്ക് ഭയങ്കര വിഷമം വരുന്നത്, എനിക്ക് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട്. ഇതിന്റെ പേര് ചക്കവരട്ടി ആൻഡ് ഐസ്ക്രീം പഴം പപ്പടം എന്നാണ്. ഇത് ഞാൻ കഴിച്ചു നോക്കില്ല എന്ന് ഞാൻ പറയാറില്ല. ഒരേ ഒരു സ്പൂണ് ഞാനിത് വാങ്ങി കഴിച്ചു. ആ ഒരു സ്പൂണിൽ ഞാൻ അങ്ങോട്ട് ഇല്ലാണ്ടായിപ്പോയി. ഗൈസ്, ഇന്ന് ഞാൻ കഴിച്ച ഫുഡിൽ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. നിങ്ങൾ എന്തായാലും ഇത് വന്ന് ട്രൈ ചെയ്ത് നോക്കണം. കഴിച്ച ഓരോ ഫുഡും ഒന്നിനൊന്നിനും മെച്ചമായിരുന്നു. എല്ലാം നല്ല കിഡിലനായിരുന്നു. ഇനിയും കുറെ സാധനങ്ങളുണ്ട് ട്രൈ ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക.